ശ്രുതി ഒന്ന് പ്രസവിച്ചതാണെന്നറിഞ്ഞ രവീന്ദ്രൻ അതുപോയി ചന്ദ്രയോട് പറയുവാണ്, നമ്മുടെ വീട്ടിലെ മരുമകളെ പറ്റി എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? ഇത് സത്യാണോ അല്ലയോന്ന് ഞാനിപ്പോ തെളിയിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ശ്രുതിയെ പുറത്തേക്ക് ഇറങ്ങി വരാൻ ആവശ്യപ്പെടുവാണ്. എടി ശ്രുതി, നീ ഒരു പ്രാവശ്യം ഗർഭിണിയായിട്ടുണ്ടോ? പറയടി. ഞാൻ കണ്ടിഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ടുവന്ന മരുമകളാ നീ. എന്റെ അടുത്ത് നീ ഒരു കാര്യവും മറക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താ ഈ ചന്ദ്രമതി ആരാണെന്ന് നീ അറിയും. സത്യം മാത്രം പറഞ്ഞോണം. നീ ഇതിനു മുമ്പ് ഗർഭിണിയായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ച് ചന്ദ്ര ദേഷ്യപ്പെടുവാണ്. എന്താ ആന്റി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ എന്ന് ശ്രുതി പറയുമ്പോ, നീ ഹോസ്പിറ്റലിലേക്ക് പോയോ ഇല്ലയോ? അവിടെ നീ രണ്ടാമത് ചെക്കപ്പിന് വന്നെന്ന് പറഞ്ഞല്ലോ, അത് സത്യാണോ? പറയടി, എന്താ ഇങ്ങനെ നിൽക്കുന്നേ എന്ന് ചോദിക്കുവാണ് ചന്ദ്ര. ഇതൊക്കെ മുറിയിൽ കൊണ്ടുപോയി ചോദിക്ക് ചന്ദ്രേ എന്ന് രവീന്ദ്രൻ പറയുമ്പോ, എന്തിനാ അതിന്റെ ആവശ്യം? ഇപ്പൊ ഈ വിഷയം എല്ലാവരുടെയും മുന്നിൽ വെച്ച് തെളിയിക്കണം. സത്യം എനിക്ക് മനസ്സിലായാൽ മതിയാവൂ. പറയടി, ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയ്. എന്താ നടന്നേന്ന് പറയാൻ. അങ്ങനെ ചന്ദ്ര അവളെ നിർബന്ധിക്കുവാണ്. ശ്രുതി അത് കേട്ട് പൊട്ടിക്കരയുവാണ്. ശ്രുതി, എന്താ ഇതെല്ലാം? നീ അപ്പോ ഹോസ്പിറ്റലിൽ പോയി. അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നീയും കരഞ്ഞോണ്ടിരിക്കുന്നുണ്ടല്ലോ. ചോദിച്ചതിന് നീ ഇനിയും മറുപടി കൊടുത്തില്ലല്ലോ, പറയ്. അങ്ങനെ ശ്രുതിയും അവളെ നിർബന്ധിക്കുവാണ്. എടി ശ്രുതി, ഞാൻ ചോദിച്ചതിന് ഇനിയും നീ മറുപടി പറഞ്ഞില്ല എന്ന് ചന്ദ്ര പറയുമ്പോ, അതെ ആന്റി, ഞാൻ രണ്ടാമത്തെ തവണ കൺസീവ് ആകാൻ വേണ്ടിയാ ചെക്കപ്പിന് പോയത് എന്ന് ശ്രുതി സമ്മതിക്കുവാണ്. അത് കല്യാണത്തിന് മുൻപോ അതിനു ശേഷമാണോ എന്ന് ചന്ദ്ര ചോദിക്കുന്നത് കേട്ട്, എന്താ ആന്റി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് ശ്രുതി ആന്റിയുടെ അടുത്തേക്ക് വരുവാണ്. എനിക്ക് മറുപടി മാത്രമാണ് വേണ്ടത്, പറയടി എന്ന് ചന്ദ്ര ദേഷ്യത്തിൽ ചോദിച്ചപ്പോ, ശ്രുതിയുടെ കുഞ്ഞ ആന്റി, എന്റെ വയറ്റില് ആദ്യം ജന്മം എടുത്തത് കുറച്ചു മാസമായി ഞാൻ കൺസീവ് ആയിട്ട്. എന്നാൽ എന്റെ കുഞ്ഞ് എന്റെ വയറ്റിലധികം താമസിച്ചില്ല ആന്റി, അബോഷനായി എന്നു പറഞ്ഞ് ശ്രുതി പൊട്ടിക്കരയുവാണ്. എന്താ അബോഷനായോ എന്ന് ശ്രുതി ചോദിക്കുമ്പോ, അതെ ശ്രുതി, നമ്മുടെ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വരാതെ അങ്ങ് പോയി എന്ന് കള്ളം പറയുവാണ് ശ്രുതി. ഇങ്ങനൊരു വിഷയം നടന്നത് നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ, കൺഫേം ആയ ശേഷം ഞാൻ പറയാനിരുന്നതാ ആന്റി. എന്നാ ആ ടൈമിലാണ് എന്റെ അച്ഛൻ ജയിലിലായത്. എന്റെ ഇളയച്ചൻ വന്ന് പറഞ്ഞത്. എന്റെ അച്ഛൻ ഇങ്ങനെ ആയെന്ന് കേട്ടയുടൻ എന്റെ തലയെല്ലാം ചുറ്റി. അപ്പോ ആരോടും പറയാൻ കഴിഞ്ഞില്ല. നിനക്ക് പോലും ഇതറിയില്ല ശ്രുതി. ഞാൻ നൈറ്റ് ഇരുന്ന് എത്ര കരഞ്ഞൂന്നറിയോ? അതാലോചിച്ചാ എനിക്ക് അബോഷനായത്. അങ്ങനെ പറഞ്ഞ് ശ്രുതി കരയുവാണ്. ഈ വീട്ടിലെ ആദ്യത്തെ പേരക്കുട്ടി നിന്റെ വയറ്റിലാ ജനിച്ചെന്ന് എന്നോട് പറയാറുന്നില്ലേ മോളെ? ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിയേനെ. ആ കുഞ്ഞിനെ ഞാൻ വിട്ടുകൊടുക്കില്ലായിരുന്നു എന്നു പറഞ്ഞ് ചന്ദ്രയും ശ്രുതിയെ ചേർത്തു പിടിച്ച് കരയുവാണ്. പറയണമെന്ന് വിചാരിക്കുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ ആയി ആന്റി. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഇത് താങ്ങാൻ പറ്റുന്നില്ലല്ലോ. ആ ടൈമിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഉറപ്പായും തകർന്നു പോകുമായിരുന്നു. ശ്രുതിയും അപ്പോ ജോലിയില്ലാത്ത ടെൻഷനിൽ ഇരിക്കുമായിരുന്നില്ലേ? അതുകൊണ്ട് എല്ലാം എൻ്റെ ഉള്ളിൽ തന്നെ മറച്ചു വെച്ചു. അല്ലാതെ ഞാൻ വേറൊരു തെറ്റും ചെയ്തിട്ടില്ല ആന്റി, എന്നെ സംശയിക്കല്ലേ എന്ന് ശ്രുതി പറയുമ്പോ, ഞാൻ നിന്നെ എന്തിനാ മോളെ സംശയിക്കുന്നത്? നിനക്കും ശ്രുതിക്കും കുഞ്ഞു പിറക്കണമെന്ന് ഞാൻ ദിവസവും ഈശ്വരനോട് പ്രാർത്ഥിക്കുവല്ലേ. ഇങ്ങനെയൊക്കെ നടന്നത് പറയാതിരുന്നതാ എനിക്ക് നിന്നോട് ദേഷ്യം വന്നത് എന്ന് പറയുവാണ് ചന്ദ്രമതി. എടാ, നിന്നോടാരാ ഇക്കാര്യം എന്ന് പറഞ്ഞത് എന്ന് ശ്രുതി സച്ചിയോട് ചോദിക്കുമ്പോ, ശ്രീകാന്തിന്റെ പേര് പറഞ്ഞു കൊടുക്കുവാണ് സച്ചി. അവനോട് ചോദിച്ചപ്പോ വർഷയുടെ പേരും പറയുന്നുണ്ട്. അടുത്തത് എനിക്കറിയാം എന്താ ചോദിക്കാൻ പോകുന്നേന്ന്. എന്നോട് ആരാ പറഞ്ഞേന്നല്ലേ? എന്നോട് രേവതി ഏട്ടത്തിയാ പറഞ്ഞത് എന്ന് വർഷ പറയുമ്പോ, ശ്രുതിയും ചന്ദ്രയും രേവതിയെ ദേഷ്യത്തിൽ നോക്കുവാണ്. ഞാൻ വിചാരിച്ചു ഇവളുടെ പണിയായിരിക്കുമെന്ന്. ഈ വീട്ടിലെ സമാധാനം പോവാൻ ഇവളല്ലേ കാരണക്കാരി. എന്താണ് നീ വിചാരിച്ചിരിക്കുന്നത്? നിന്റെ മനസ്സിലെന്താ എന്ന് ചന്ദ്ര ചോദിച്ച് രേവതിയോട് ദേഷ്യപ്പെടുമ്പോ, ശ്രുതി വന്ന്, രേവതി, എന്റെ പേഴ്സണൽ മാറ്റർ എല്ലാരോടും വന്ന് പറഞ്ഞിരിക്കുന്നു. കുറച്ചുപോലും നാണമില്ല രേവതി നിനക്ക് എന്ന് ചോദിക്കുവാണ് ശ്രുതി. അത് കേട്ട് ദേഷ്യം വന്ന സച്ചി എടിയെന്ന് വിളിച്ച് ശ്രുതിയോട് തട്ടിക്കയറുവാണ്. ഈ വീട് നാശമാക്കാനാണോടി നീ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ച് ചന്ദ്ര രേവതി അടിക്കാനായി കൈ ഉയർത്തുമ്പോ രവീന്ദ്രൻ വന്ന് വേണ്ട എന്ന് പറഞ്ഞ് ചന്ദ്രയുടെ കയ്യിൽ പിടിച്ച് തടയുവാണ്.